ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെട്ടത്തൂരിലാണ്. വെട്ടത്തൂരിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയിൽ ശ്രദ്ധേയമാകുന്ന യുവ കർഷകനായ അക്ബർ ഈട്ടിയോടൊപ്പമാണ് ഞാനുള്ളത്. അക്ബർ ഈട്ടി പ്രവാസ ജീവിതം നിർത്തിയതിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ട്സും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കും. എങ്ങനെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിലേക്ക് എത്തിയത്, കൃഷിയിൽ നിന്ന് എത്തിയത്, ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് കുറഞ്ഞ ടൈമിൽ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയതിന് ശേഷം ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ഓപ്പൺ ടെറസിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു സെർച്ച് നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ മുകളിൽ ഭയങ്കര ചൂടും നല്ല വെയിലൊക്കെ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൈ എവിടുന്ന് സംഘടിപ്പിക്കും എന്നുള്ളത് എനിക്ക് മലപ്പുറം അടുത്ത് മക്കരപ്പറമ്പ് അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒരു ഫാം ഉണ്ട്, ഏക്കർ കണക്കിന് ഫാം ചെയ്യുന്ന ഒരു കാക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിനൊരു 4 കാലിൽ ചെയ്യാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ തൈകൾ തണ്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ അതൊരു 1.5 വർഷത്തിനുള്ളിൽ കായ് ഉണ്ടായി. 1.5 വർഷത്തിനുള്ളിൽ കായ് കായ്ച്ച് പിന്നെ അതിൽ നിന്ന് തണ്ടുകൾ എടുത്തിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നട്ടത്. ഇപ്പോ പുതിയ പ്ലാന്റ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായിട്ട് പ്ലാന്റ് ഉണ്ട്, 3 വർഷം കഴിഞ്ഞ പ്ലാന്റ് ഉണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള സ്ഥലത്തോട് സെറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ ധാരാളമുണ്ട്. അതായത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ആരോഗ്യത്തിന്. അതെ അതെ. അപ്പോ കൗണ്ട് വർദ്ധിപ്പിക്കാന്, ദഹനത്തിന്, എല്ലാ ഷുഗർ പേഷ്യന്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓവർ മധുരം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിന്റെ അടുത്തുള്ള 4 വെറൈറ്റി ആണല്ലോ. ഒന്ന് മലേഷ്യൻ റെഡ്, പിന്നെ വിയറ്റ്നാം വൈറ്റ്, പിന്നെ ഇക്കഡോർ പെരോറ. 4 വെറൈറ്റി ആണ് ഇതിന്റെ അടുത്തുള്ളത്. ഇതിൽ 2 വെറൈറ്റി ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് കോമൺ ആയിട്ട് എവിടെയും കണ്ടുവരുന്നില്ല. വെറൈറ്റി ഞാൻ സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് എന്ന സ്ഥലത്ത്. എന്റെ അനിയന്റെ വൈഫിന്റെ വീട് അവിടെയാണ്. അപ്പൊ അവിടെ പോയപ്പോ അങ്ങനെ യൂട്യൂബിൽ കണ്ട് അങ്ങനെ എത്തിപ്പെട്ട് അങ്ങനെ സംഘടിപ്പിച്ചാണ് 2 വെറൈറ്റി. പിന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് മലേഷ്യൻ റെഡാണ്. നമ്മളെ കാലാവസ്ഥക്ക് യോജിച്ചതും കോമൺ ആയിട്ടാണല്ലോ പിന്നെ വിപണനത്തിനൊക്കെ സാധ്യതയുള്ള മലേഷ്യൻ റെഡാണ്. അപ്പോൾ ഈ സാധാരണഗതി ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? സൗകര്യം മെയിനായിട്ട് വേണ്ടത് ഇതിന് വെയിലാണ് വേണ്ടത്. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി തണ്ട് ചീഞ്ഞു പോകും. അപ്പോ ഇത് നമ്മള് ഡ്രമ്മിലൊക്കെ ചെയ്യണോല് പിന്നെ അടിഭാഗം നല്ല ഹോൾ ഇട്ടിട്ട് നമ്മള് ഓട്ടിന്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മെറ്റലോ അല്ലെങ്കിൽ ചിരട്ട കൗത്തി വെച്ചാൽ മതി. എന്നിട്ട് അത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നെറ്റ് വിരിക്കുക. എന്നിട്ട് അതിന്റെ മുകളാണ് ഈ പോട്ടി മിക്സിതം അതിൽ നിറക്കേണ്ടത്. എന്നിട്ട് അതിൽ സെറ്റ് ചെയ്താൽ വെള്ളം ഒരിക്കലും നിൽക്കൂല, വെള്ളം വാർന്നു പോയിക്കോളും. നിങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൂടാതെ നിങ്ങൾ ഈ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ആശങ്ക കൂടി ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നമുക്ക് എന്ന് വെച്ചാല് ഇതിന്റെ ഫ്രെയിമുകളൊക്കെ അടിച്ചുണ്ടാക്കാൻ, ഇതിപ്പോ സെറ്റ് ചെയ്യാനിപ്പോ ഞാനിപ്പോ ഇത് ഒരു കാഴ്ച ഉള്ള ഏരിയ ആയതുകൊണ്ട് കാഴ്ച കിട്ടാനും ഒക്കെ നല്ലൊരു സെറ്റപ്പിലാണ് ഞാൻ ചെയ്തത്. കാരണം പിന്നെ ഫ്രെയിമൊക്കെ അടിച്ചിട്ട് ഇതിന് PVC പൈപ്പിലാണ് ഇത് കയറ്റിയത്. ഇത് ഏത് രീതിയിലും ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഏത് രീതിയിൽ ഇത് നമുക്ക് ഇത് നേരെ പൊന്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വളഞ്ഞു നിന്നാ മതി, എന്നാലും ഇത് കായ്ക്കോളൂ. ആ ഒരു രൂപത്തിൽ എവിടെ നമ്മൾ സെറ്റ് ചെയ്താലും വെളിച്ചും അതിന് വളം കിട്ടുകയാണെങ്കിൽ ഓൾറെഡി. ഇതിന്റെ വളങ്ങളെ എങ്ങനെയാണ്? ഇത് വളം നമുക്ക് അതിൽ മെയിനായിട്ട് ഇതിന്റെ കോഴിക്കാട്ടാണ്. കോഴിക്കാട്ടം ബെസ്റ്റാണ്. പിന്നെ ആട്ടിൻകാട്ടം ഇട്ട് കൊടുക്കുക. ഒരു 3 മാസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കുക. പിന്നെ ചാണകപ്പൊടി. പിന്നെ വേനൽക്കാലത്ത് നമ്മള് ലിക്വിഡ് വളമാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മള് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലുപൊടി, അത് പിന്നെ കടല പിണ്ണാക്ക്, പിന്നെ ചാണകം, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡമ്മിൽ വെള്ളം ഒഴിച്ചിട്ട് 3 ദിവസം പൊളിപ്പിച്ച് വെക്കും. എന്നിട്ട് അതിൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ലൂസാക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക വേനൽക്കാലത്ത്. മഴക്കാലത്ത് നമ്മൾ ഈ കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇത് പ്രധാനമായിട്ടും വിപണനത്തിന് അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അല്ലല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഉദ്ദേശിച്ച് നാട്ടുകാരും കൂടി ജനങ്ങൾ ഇതുപോലെ അവരുടെ ഏരിയയിൽ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ജനങ്ങളെ സന്ദേശം നൽകലും കൂടിയാണ്. എല്ലാ വീട്ടുകാരും ഇത് വെക്കണം എന്നുള്ള അതിന്റെ അഭിപ്രായം. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പണിയുള്ളൂ, പിന്നെ ഇതിന് പണികൾ, പിന്നെ വളങ്ങൾ ചെയ്താൽ മതി. വേറെ കീടനാശിനി അടിച്ചു അങ്ങനത്തെ ശല്യങ്ങൾ
കാര്യങ്ങളൊന്നും ഇല്ല. പാവലിന്റെ ആക്രമണം ഒന്നും ഇതിനില്ല. ഉണ്ടാവില്ല. കാരണം ഈ ഒന്നും വലട്ട് മൂടി വെക്കുക ഒന്നും വേണ്ട. കീടനാശിനി അങ്ങനത്തെ ഒരു സംഭവം ഇതില്ല. പിന്നെ ഇതിന് വെച്ചാല് ഒരു തൈയിന്റെ കാലാവധി 25 വർഷമൊക്കെ നിൽക്കുന്നതാണ്. ആണല്ലേ? ഒരു തൈ 25 വർഷം വരെ നിൽക്കും. ഇതിപ്പോ പിന്നെ ഇതിന്റെ സമയം, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് പറിക്കാവുന്ന സമയം എങ്ങനെ? സമയം ഇത് 6 മാസം ഇത് പൂവിട്ട് കൊണ്ടേയിരിക്കും. പൂവിട്ട് കായ് ഉണ്ടാവും. ഇപ്പോ പൂവിടാൻ എത്ര സമയം എടുക്കും? പൂവിടാന് ഒരു വർഷത്തിന് നല്ല നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട് ഇത് പൂവിടും. നല്ല വെയിലും നല്ല വളങ്ങളൊക്കെ ചെയ്താൽ ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട് തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. പൂവിടും. പിന്നെ ഇതിന്റെ പൂവിടുന്ന ടൈം എന്ന് പറഞ്ഞാല് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് പൂവിടുക. പൂവിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ വരെ കായ് ഉണ്ടാവും. 6 മാസം. പൂവിട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കായ് പറിക്കാം. ഏതായാലും ഇത്രയും നേരം ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ എല്ലാ വിവരങ്ങളും ശബ്ദ ന്യൂസുകൾ പങ്കുവച്ചതിന് വളരെ നന്ദി.